ഹായ്, ഞാൻ പടവിൽ സമ്പത്ത്, ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഹൗ ടു ഫ്രെയിം അഫർമേഷൻ എന്ന വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതേവരെ ഒന്നാമത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്നാമത്തെ വീഡിയോ നിർബന്ധമായും കാണാൻ ശ്രമിക്കുക. അഫർമേഷൻ എന്നത് തീർച്ചയായും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ടൂളാണ്. അത് മനസ്സിലാക്കാനും സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കാനുമുള്ള നിങ്ങളുടെ സന്നദ്ധത എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരും. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഈ 4 ഏരിയയിലും നിർബന്ധമായും അഫർമേഷൻ ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ 4 ഏരിയയിലും 3 ടൈപ്പ് ഓഫ് അഫർമേഷൻസ് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അവയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ പലപ്പോഴായി പലർക്കും പലവിധ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കും. നന്ദിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നന്ദികേട് തിരികെ കിട്ടുമ്പോൾ നമുക്കത് ഓർക്കാതെ വയ്യല്ലോ, അല്ലെ? അത്തരം അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കണ്ണടച്ച് ഒരു നിമിഷം അത്തരം ഒരു അനുഭവത്തെ മുന്നിലേക്ക് കൊണ്ടുവരും. കണ്ണുകളടക്കും. കണ്ണുകളടച്ച് നിങ്ങൾ ആ ഒരു സന്ദർഭത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ നന്ദികേടിൽ കാണിച്ച ആ ഒരു അവസരം ഒരിക്കൽ കൂടി അവർ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു സഹായത്തിനായി വരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവരോട് തോന്നുന്ന വികാരം എന്താണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം സാവധാനം കണ്ണുകൾ തുറക്കുക. ആദ്യം സഹായിച്ച അതേ മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് ഇനിയും അയാളെ സഹായിക്കാൻ കഴിയുമോ? ഭൂരിപക്ഷം ആളുകൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾക്കിന്ന് എന്തൊക്കെയുണ്ടോ അതെല്ലാം മറ്റു പലർക്കും ഇല്ലാത്തതാണ്. നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എന്തെന്ത് കാര്യങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോഴും അതെല്ലാം ഇല്ലാത്തതായി എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് പോരെ അടുത്ത ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അഫർമേഷനിലെ ആദ്യത്തെ അഫർമേഷൻ, ഇന്ന് നമുക്ക് എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടോ, എന്തൊക്കെ നമ്മൾക്ക് ഫീലിങ്ങുകളുണ്ടോ, എന്തൊക്കെ ധന്യതകളുണ്ടോ, എന്തൊക്കെ ഉണ്ടോ, ഉള്ളതിനെല്ലാം നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു വാചകം ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഈ 4 മേഖലയിലും വേണം. അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് അഫർമേഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അഫർമേഷൻ എന്നത് നമുക്ക് വളരെ പരിചിതമായ കാര്യമാണ്. ഗോൾ അഫർമേഷൻ. ഗോൾ അഫർമേഷൻ എന്നത് നമ്മൾ പറയുന്നത്, നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് ആസ് ഇഫ് ഐ ഹാവ് ഓൾറെഡി അച്ചീവ്ഡ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാചകത്തിന്റെ ആദ്യവും താങ്ക് യു യൂണിവേഴ്സ് എന്ന് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇതിലൊക്കെ അഫർമേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നില്ലേ, ഇതൊക്കെ നടക്കൂ. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന സെൽഫ് ഡൗട്ടിനെ, സെൽഫ് ടോക്കിനെ നമ്മൾക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനെ പോസിറ്റീവാക്കി വെക്കേണ്ടതുണ്ട്. അതിനെ എങ്ങനെയാണ് സാധിക്കുക എന്നതും മൂന്നാമത്തെ ടൈപ്പ് ഓഫ് അഫർമേഷൻ എന്താണ് എന്നതും നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. മുഴുവനായും ഈ വീഡിയോ കണ്ടതിന് നന്ദി. തുടർന്നും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പടവിൽ സമ്പത്ത്.